അസ്ർ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ് സഹോദരങ്ങളെ. ഖളാ ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആയാൽ വലിയ നഷ്ടം സംഭവിക്കും. മൻ തറക സ്വലാത്തൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു. ബറക്കത്ത് കുറഞ്ഞു. പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയപ്പോ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്റും നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്ക് ഇടങ്ങേറ് വരിക? പിന്നെ അതിന് ആരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും. ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്നും മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. 5-നും എത്താൻ കഴിയില്ലെങ്കിൽ സുബഹിക്കും അസ്റിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം?